ടി.വി.കെ അധ്യക്ഷനും തമിഴ് സൂപ്പർ താരവുമായ വിജയുടെ ചോദ്യം ചെയ്യൽ രണ്ടാം മണിക്കൂറിലേക്ക് കടക്കുകയാണ്. 3 പേരടങ്ങുന്ന സംഘമാണ് വിജയെ ചോദ്യം ചെയ്യുന്നത്. കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട് മൊഴി നൽകുന്നതിനാണ് വിജയെ CBI സമൻസ് അയച്ച് വിളിപ്പിച്ചത്. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായിട്ടുണ്ട്. അർജുൻ, നായകനെപ്പോൾ ചോദ്യം ചെയ്യലിന് ഹാജരായിക്കൊണ്ടിരിക്കുകയാണ്. ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സാക്ഷിയാക്കുകയാണ് CBI നടത്തുന്ന നീക്കം എന്ന് പറയുന്നത്. വിജയ് ഈ കേസുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് പുരോഗമിക്കുന്നത് CBI നടപടികൾ? അക്ഷയ്, ഇപ്പോൾ ഈ ചോദ്യം ചെയ്യൽ 2 മണിക്കൂർ പിന്നിട്ടിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടും 3 ചോദ്യങ്ങൾ, ഏകദേശം ഒരു 20-25 ചോദ്യങ്ങൾ വിജയോട് ചോദിക്കാൻ വേണ്ടി CBI തയ്യാറാക്കി വെച്ചിരുന്നു. അതിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും 3 ചോദ്യങ്ങളാണ് വിജയ്ക്ക് മുന്നിൽ CBI വെച്ചിരിക്കുന്നത്. ഒന്ന്, ഈ 7 മണിക്കൂറിലധികം വൈകിയിരുന്നു വിജയ് ഈ വേദിയിലേക്ക് എത്താനായിട്ട്, കരൂരിൽ ദുരന്തം നടന്ന വേദിയിലേക്ക് എത്താനായിട്ട്. ഉച്ചയ്ക്ക് എത്തുമെന്ന് അറിയിച്ചു. പിന്നീട് പക്ഷേ രാത്രി 7-7:30 എത്തിയപ്പോൾ അത് വലിയ തോതിൽ ആളുകളെ വർദ്ധിപ്പിച്ചു. പിന്നീട് അതെല്ലാം തന്നെയാണ് ദുരന്തത്തിന് വഴിവെച്ചത് എന്നുള്ള പല വിലയിരുത്തലുകളും ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ട് നേരത്തെ നിശ്ചയിച്ചതിൽ നിന്നും 7 മണിക്കൂറിലധികം വൈകി ഈ വേദിയിലേക്ക് എത്തി എന്നുള്ള കാര്യം ആൾക്കാർ വർദ്ധിക്കുന്നു, അതായത് തിരക്ക് നിയന്ത്രണാതീതമായി വർദ്ധിക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ടും എന്തുകൊണ്ട് അവിടെ തന്നെ തുടർന്നു, അതായത് ഈ വേദിയിൽ ഈ റാലിയിൽ തന്നെ തുടർന്നു എന്നുള്ള കാര്യം, എന്തുകൊണ്ട് ഇങ്ങനൊരു കാര്യം ഉണ്ടായിട്ടും റാലി നിർത്താനോ അവിടെ നിന്നും പോകാനോ തയ്യാറായില്ല. ഈ 3 കാര്യങ്ങൾ കേന്ദ്രീകരിച്ച് തന്നെയാണ് CBI വിജയ്ക്ക് മുന്നിൽ ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് ഈ ദുരന്തം നടക്കുന്ന സമയത്ത് തമിഴ്നാട്ടിൽ ലോ ആൻഡ് ഓർഡർ ക്രമസമാധാന ചുമതലയുള്ള ADGP ആയിരുന്ന വ്യക്തിയെയും, അദ്ദേഹം ഇപ്പോൾ അവിടെ DGP ആണ്, സായുധ പോലീസിൻ്റെ DGP ആണ്, ഡേവിഡ്സൺ ദൈവ ആശീർവാദം, അദ്ദേഹത്തെയും വിളിച്ചു വരുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെയും വിജയ്ക്കൊപ്പം തന്നെ മൊഴിയെടുക്കുന്ന ചോദ്യം ചെയ്യുന്ന നടപടികൾ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. നേരത്തെ തന്നെ CBI ഈ കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ടുണ്ടായുള്ള സുരക്ഷാ വിന്യാസത്തിൻ്റെ ഒരു കണക്കെടുപ്പ്, അത് ഏത് തരത്തിലായിരുന്നു എന്നുള്ള കാര്യം എടുത്തിരുന്നു. ഈ കാര്യങ്ങളെല്ലാം തന്നെ വെച്ച് ഒത്തുനോക്കിയാണ് ഇപ്പോൾ വിജയോടുള്ള ചോദ്യം ചെയ്യലെല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഒരു സാക്ഷിയാണ്. നിലവിൽ 179 BNS പ്രകാരം സാക്ഷി എന്ന നിലയിൽ തന്നെ അദ്ദേഹത്തിന് സമൻസ് നൽകിയതും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത്. പക്ഷേ ഈ ദുരന്തമുണ്ടാകാൻ അതിലേക്ക് വഴിവെച്ച പല കാര്യങ്ങളിലും കൃത്യമായ വിജയിൽ നിന്ന് തന്നെ ചില ഉത്തരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. ആ ചോദ്യങ്ങളെല്ലാം തയ്യാറാക്കിയിരുന്നു. ആ ചോദ്യങ്ങൾ തന്നെ ഇപ്പോൾ വിജയോട് ആവർത്തിച്ച് ചോദിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അതിൽ ഈ ഞാൻ പറഞ്ഞ 3 ചോദ്യങ്ങൾക്ക് അപ്പുറത്തേക്ക് ഈ അവിടെ അനുമതി വാങ്ങിയത് എങ്ങനെയാണത്, ആരൊക്കെയാണ് കരൂരിൽ ഈ പരിപാടി സംഘടിപ്പിക്കാമെന്നുള്ള കാര്യം പറഞ്ഞത്, പിന്നീട് ഏത് തരത്തിലുള്ള അനുമതിയായിരുന്നു ലഭിച്ചത്, എന്തെങ്കിലും ഈ അനുമതി ലഭിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ, ആൾക്കാർ ക്രമാതീതമായി വർദ്ധിക്കുമെന്നുള്ള മുന്നറിയിപ്പ് ലഭിച്ചിരുന്നു, എന്തെങ്കിലും അപകട സാധ്യത ഉണ്ട് എന്നുള്ള കാര്യം നേരത്തെ പ്രാദേശിക ഭരണകൂടം അറിയിച്ചിരുന്നോ, ഈ ദുരന്തം ഉണ്ടായത് എപ്പോഴാണ് വിജയ് അറിഞ്ഞത്, അവിടെ എന്തൊക്കെ ഇടപെടൽ വിജയും വിജയുടെ പാർട്ടിയുടെ ഭാരവാഹികളും നടത്തി തുടങ്ങിയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോൾ വിജയ്ക്ക് മുന്നിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും കുറച്ച് മണിക്കൂറുകൾ കൂടി ഇന്നത്തേക്ക് ഈ ചോദ്യം ചെയ്യൽ അത് നീളുമെന്നുള്ള കാര്യം തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ഇന്നുകൊണ്ട് അവസാനിക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും ഇന്ന് വിജയോട് ഡൽഹിയിൽ തുടരാനാണ് CBI ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആവശ്യമെങ്കിൽ നാളെയും വിളിപ്പിക്കുമ്പോൾ ഡൽഹിയിൽ തന്നെ ഉണ്ടാകണമെന്ന കാര്യം, നാളെ വിജയ്ക്ക് മടങ്ങണമെന്ന കാര്യം വിജയ് തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിജയുടെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. 2 മണിക്കൂർ പിന്നിട്ട് മുന്നോട്ട് പോകുന്നു. നാളെയും തുടരാനുള്ള സാധ്യതയാണ് CBI മുന്നോട്ട് വെക്കുന്നത്. അർജുൻ പീതാംബരൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നത്.